കളറുണ്ട്. ഇത് ആദ്യം വെള്ള കളർ പെയിന്റ് ചെയ്യുന്നു. ഇപ്പം നിലവിലുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ആരോ നീല കളർ പെയിന്റ് അടിച്ചിക്കണ്. അത് പല പെയിന്റ് അടിച്ചിക്കണ്. നമ്മളിതാകെ പുതിയ വണ്ടിയാണ്. അത് പെയിന്റ് അടിക്കാനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല. പഴക്കമുള്ളതാണിത്. പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ടാങ്കറിൻ്റെ ആയിരിക്കും. ടാങ്കറിൻ്റെ ആണ്. പക്ഷേ എന്നാലും ഇരുമ്പ് കുറച്ച് ഫ്രഷ് ഇരുമ്പാണ്. അത് ചിലപ്പോൾ മേ ബി നല്ല പെയിന്റ് കുറേ കോട്ടിങ് ആയതുകൊണ്ടായിരിക്കും ഇതുവരെ തുരുമ്പൊന്നും പിടിച്ചില്ല ഇരുമ്പിനെ. സന്തോഷമാണ്. ആരതായാലും ടാങ്കറിനെ പറ്റി ഇവരാരും ഒന്നും പറഞ്ഞില്ലേനു. ഇപ്പോൾ ടാങ്കർ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലോ. ടാങ്കറിന്റെ ആണ് ഇപ്പോൾ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അതിനാണ് ഇപ്പോൾ ഇവരെന്താക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഭാഗം കിട്ടുമ്പോഴും അത് എവിടെ കിട്ടിയത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരിപ്പോൾ ഈശ്വർ മൽപ്പനോട് സംസാരിക്കാൻ പോയിക്കുന്നു. ഏതൊക്കെ പാർട്സ് എവിടുന്ന് കിട്ടിയാൽ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഇവർ നേവിക്കാർ പ്രൊഫഷണലി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അറിയേണ്ടത് എന്ത് പാർട്സ് ഇനി ഈശ്വർ മൽപ്പയ്ക്ക് കിട്ടിയാലും നേവിക്ക് അതിൻ്റെ ആ സ്ഥാനം കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ സാറ് ഇപ്പോൾ ഇത്രയും വരെ ലഭിച്ചിട്ടുള്ള ജാക്കി ആയിക്കോട്ടെ, പിന്നെ ഈ ബോഡി പാർട്ട്, ഇതൊക്കെ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ആ ഭാഗത്ത് തന്നെയാണ് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അല്ല, പല ഭാഗത്തുനിന്നാണ് കിട്ടിയത്. ഒക്കെ ആ ഭാഗത്ത് തന്നെ. അതായത് ഈ കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ. ഇത് ഇപ്പോൾ ഇതൊക്കെ കണ്ടെടുത്ത് ജാക്കി കിട്ടിയത് നമ്മളെ ലക്ഷ്മണൻ്റെ കടൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കിട്ടിയത്. അതൊക്കെ കരയോടെ അടുപ്പിച്ചിട്ടുള്ള ഭാഗത്തുനിന്നാണ് കിട്ടിയത്. ഈ സാധനമൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്കുള്ള ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. കുറച്ച് മുന്നോട്ടേക്കായിട്ടുള്ള ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. ഇവർക്ക് കിട്ടിയതൊക്കെ ഇവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നേവിക്കാർക്ക് കിട്ടിയത് അതേമാതിരി തന്നെ ഈശ്വർ മൽപ്പയും മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പിന്നീട് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇനിയും കൂടുതൽ പാർട്സ് കിട്ടുമ്പോൾ പഴയത് എവിടെ നിന്നുള്ളതിന് ഒരു കൃത്യത ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഈശ്വർ മൽപ്പനോട് ഞാൻ അവരായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിരിക്കണേ. ഇന്നിപ്പോൾ ഇനി 4 ആൾ വെച്ചിട്ട് ഡൈവ് ചെയ്യും. മൽപ്പൻ്റെ 4 or 3 ആൾ വെച്ചിട്ട് ഒരു ഡൈവ് ചെയ്യും. ഇപ്പോൾ 2 ആളാണല്ലോ ഡൈവ് ചെയ്യുന്നത്. ഡ്രഡ്ജിങ് മെഷീൻ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അത് നേവിയും പറയുന്നുണ്ട്. നേവിക്ക് ക്യാമറന് മുന്നിൽ എന്നിട്ട് പറയാൻ എന്തായാലും കഴിയില്ലല്ലോ. ഡ്രഡ്ജിങ് മെഷീൻ ഓരോ കയ്യിലില്ലാത്ത സാധനമാണ്. ഓർക്കും ലിമിറ്റേഷൻ ഉണ്ട്. ഇത് മറ്റേ പുഴയിൽ ഇറങ്ങിയിട്ട് വലിയ വലിയ മരങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ മരങ്ങൾ ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരുന്നതിന് മുമ്പേ ആ മരങ്ങൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ റോപ്പ് ഇട്ട് തരും ഈ ഡൈവേഴ്സ്. നേവി ആയാലും ഈശ്വർ മൽപ്പൻ്റെ ടീമായാലും ഇത് റോപ്പിട്ട് തരും. ആ റോപ്പിട്ട സാധനങ്ങൾ ഒരു ഹെവി ക്രെയിൻ ഉണ്ടെങ്കിൽ ആ റോപ്പ് വലിച്ചു കഴിഞ്ഞാൽ ആ മഡ് മൊത്തം ഇളകും ചെയ്യും. ഈശ്വർ മൽപ്പൻ്റെ ടീം പറയണത് എന്താ പറഞ്ഞാൽ മഡിൻ്റെ ഇടയിൽ എങ്ങാനും വല്ല ബോഡികളും കുടുങ്ങിക്കിടന്നാൽ പോലും അതൊക്കെ ആ ഇളക്കത്തിൽ മേലോട്ട് പൊന്തി. ആ ലക്ഷ്മൺ നായകന്റെ ചായക്കട ഉണ്ടായതിന്റെ താഴെ ഭാഗമാണോ ഇത് എല്ലാം കൂടുതൽ സാധനം കണ്ടെത്തിയത് അവിടെ നിന്നാണ്? അതെ, അതൊരു പോയിന്റ് ആവുകയാണോ? അതെ, ആ ഭാഗത്താണ്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒലിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, വെയിറ്റ് കുറഞ്ഞ സാധനം കൂടുതൽ ഇങ്ങോട്ട് ഒലിയുണ്ട്, വെള്ളത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടുന്നത്. അവിടെ നേരത്തെ നാവികസേന കുറെ അധികം നേരം അവിടെയാണ് തെരച്ചിൽ നടത്തിയത്. അതുകൊണ്ടാണ് അവിടെ മാൽപ്പയും അവസാനം അവിടെ തന്നെയാണ് തെരച്ചിൽ. അതെ. ഇനി ഇപ്പോൾ നേവിക്കാർ ഈ സൈഡ് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത് ഉണ്ടല്ലോ, ഡീസലിൻ്റെ ഭാഗം വരുന്നത് അതൊന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിങ്ങനെ പിന്നെ ആ ഭാഗം ഒന്നും കൂടി ഇതാക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു ഈ ഓയിൽ വരുന്ന ഭാഗം രാവിലെ കണ്ടപ്പം നന്നായിട്ട് വരുന്നിരുന്നു. ഈ ഈശ്വർ മൽപ്പ ആ വെള്ളം എടുത്ത് കുടിച്ചൊക്കെ നോക്കി, സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പം ഓയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മംഗലാപുരത്താണല്ലോ ഉള്ളത്. പിന്നെ അതിനൊന്നൊരു അതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാമല്ലോ. ആ വെള്ളം കൊണ്ടുപോയിട്ട് അതിലെന്തെങ്കിലും അങ്ങനത്തെ ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാമല്ലോ. അത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല ഇവിടുത്തത്. ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയല്ലേ. ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നല്ലോ. മണ്ണ് മാറ്റിയ ടൈമിനൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം മണ്ണ് ജസ്റ്റ് മാറ്റിയത്, വെറും മണ്ണ് മാറ്റിയത് അതൊരു തെറ്റിദ്ധാരണയാണ്. മണ്ണ് മുഴുവൻ മാറ്റിക്കണമെന്നുള്ളത്. മണ്ണ് റോട്ടുമുള്ള മണ്ണ് മാറ്റിയിട്ടുണ്ട്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു 70% മണ്ണ് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഈ ചായക്കട നിൽക്കണ, അതായത് പുഴൻ്റെയും ഇതിൻ്റെ ഇടയിലുള്ള മണ്ണും മാറ്റിയിട്ടില്ല.
അപ്പോൾ അത് പിന്നെ അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കമൻ്റൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്, പൂർണ്ണമായും മണ്ണ് മാറ്റിച്ച് സമയം കളഞ്ഞു പറഞ്ഞിട്ട്. ഈ കുത്തി ഒലിക്കുന്ന പുഴ നോക്കണേക്കാട്ടി നല്ലത് ആ മണ്ണ് മാറ്റുന്നത് അതിന് അപ്പം ഉചിതം തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനമാണ്. മിലിറ്ററിക്കാർ അന്ന് മാർക്ക് ചെയ്തതും ആ മൺകൂനയിലേനും ആദ്യം മാർക്ക് ചെയ്ത്, അതുകൊണ്ടാണ് അവർ നോക്കിയത്. പക്ഷേ ഇപ്പോൾ പുഴയിലേക്ക് എത്തിയോട് കൂടിയിട്ട് ഇനി പുഴ തിരയണമെന്നുണ്ടെങ്കിൽ ആ മണ്ണുമാന്തിരി യന്ത്രം ഇവർക്ക് നിർബന്ധമാണ്. ഞാൻ അന്ന് മുതലേ പറയുന്നുണ്ട്, ഇവിടെ മീഡിയാസ് വരുന്നതിന് മുമ്പേ ഇവരുണ്ട്, ഇവരെ മിലിറ്ററിക്കാരായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോഴേ ഒരു പറയുന്നുണ്ട് അതില്ലാതെ ഇവർക്ക് ഒരു പരിധി ഉണ്ട്, ഇനിയിപ്പോൾ അതിലേക്കാണ് വരുന്നത്, ടൈം പോകും. ഈ കയറ് നമ്മളതാ. അത് നമ്മളതാ. ഇത് മുന്നേ ഇത് നേവി കണ്ടെത്തി തന്നെയാണോ? ഇത് മുന്നേ പറഞ്ഞു നേവി ഇങ്ങനെ ഒരു കയറ് കിട്ടിയിരുന്നു. അത് നമ്മളതാ. ഇത് നമ്മളാണ് വാങ്ങിക്കൊടുത്തത്. ഈ കയറ് മരത്തിന് കെട്ടുന്നതാണ്, അതായത് ലോഡ് ടൈറ്റാക്കി കെട്ടുന്നതാണ്. ഇത് അവിടുന്ന് മുറിച്ചെടുത്തതാ അവര് എന്നോ പറഞ്ഞു ഓഫീസർ. ഇത് എനിക്ക് കാണിച്ചു തരാതെ ഇന്റെ ലോറിന്റെ കയറിന്റെ വലുപ്പം മനാഫ് ഒന്ന് കാണിച്ചുകൊണ്ടായിരുന്നു. കുറെ കയർ അവിടെ ഇട്ടീനും ഒരു നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പേ ഇന്നെ പല ടെസ്റ്റിങ്ങും നടത്തിക്കുന്നു വരെ. ഞാൻ ഈ കയറിന്റെ വലുപ്പം കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താണ്, ഇതാണ് എൻ്റെ കയറിന്റെ വലുപ്പം എന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇട്ട് ഇപ്പോൾ മൂപ്പരിട്ട് പോയതാണ്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, നേവിക്ക് നേവിയുടെ സംഘത്തിന് കിട്ടിയിട്ടുള്ള കയറാണ് ഇത്. അതെ. ഇതിന്റെ രണ്ട് എഡ്ജും കണ്ടോ ഒരു മുറിച്ചു കൊണ്ടുവന്നാ, കുടുങ്ങി കിടക്കുന്നിടക്കുന്ന മുറിച്ചു കൊണ്ടുവന്നാ. ഇത് ഇതിന്റെ രണ്ട് എഡ്ജും ഒരു മുറിച്ചു കൊണ്ടുവന്നാ. അതിപ്പോ മുറിച്ചതായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിന്റെ മുറിവാണ്. അതെങ്ങനെ സംഭവിച്ചു? ഇത് ഒരു തരാതെന്നതിന് എന്തുകൊണ്ട് എന്ന് അറിയില്ല. എന്നോട് ഈ കയറ് കാണിക്കുന്നതിന് മുമ്പേ എനിക്ക് കുറെ അളവിലുള്ള കയറ് ഒരു പെട്ടെന്ന് നമ്മൾ ജോലി നോക്കണല്ലോ, നമ്മൾ വെറുതെ നിങ്ങളൊക്കെ വരുന്നതിന് കുറച്ച് മുന്നേ, ഇപ്പൊ കുറച്ചു നേരം മുമ്പേ നിങ്ങൾ ആരെയും വിളിക്കാതെ എല്ലാ ട്രെയിനിങ്ങും ഇവിടെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ് ഓരോ അറിയില്ല, എനിക്കറിയില്ല. ഈ ടയർ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചും കൊണ്ട് അങ്ങനെയല്ല, ഒരു നോക്കിയതായിരിക്കും. റിസ്ക് എടുക്കണ്ടായല്ലോ ഓൽക്ക്. എനിക്ക് ഇതിന്റെ മുമ്പേ എനിക്ക് ഒരു 4-5 ടൈപ്പ് കയർ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിൽ നമ്മളെ ലോറിന്റെ കയർ ഏതാന്ന് ചോദിച്ചു. ഞാൻ കറക്റ്റ് ഇതേ അളവ് എടുത്ത് കാണിച്ചു കൊടുത്തു. ആ കയറ് കാണണോ? അവിടെ ഉണ്ട്. ആ കയറ് ആദ്യം എടുത്തിട്ട് പല അളവിലുള്ള കയർ അവിടെ ഇട്ടതിന് ശേഷം എന്നോട് ചോദിച്ച് ഇതിൽ മനാഫിന്റെ കയറിന് ഏതായിരിക്കും വണ്ണം. ഞാൻ കൃത്യം എന്തെയ്യാൻ വണ്ണം തന്നെ എടുത്ത് കാണിച്ചു കൊടുത്തത്. അതന്നെ അത് മാത്രമല്ല, ഈ കയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിരിക്കും. നിങ്ങൾ നോക്കി ഇത് സോഫ്റ്റ് അല്ല ഉണ്ടാവുക, നമ്മൾ മരം കയറ്റുന്ന ഇതാണിത്. എന്തായാലും ഈ ഭാഗത്ത് സംശയിത്തക്ക രീതിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് മുറിച്ചെടുത്ത ഭാഗം ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു ഒന്നും നമ്മളോട് പറയില്ല. ഒരു ഭയങ്കര ഇതാണ് പ്രശ്നം. ഇത് ഇങ്ങനെ തന്നെ ചെയ്തപ്പോൾ അത്ഭുതമായി. ആ സാർ എന്നോട് ആദ്യം 4 ടൈപ്പ് കയർ അവിടെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞ് ആ കയർ എടുത്തോണ്ടായിരുന്ന. ഈ കയർ നമ്മൾ തന്നെ ആണ്. ഇത് ഓർക്ക് പോയെന്ന് ഓർക്ക് എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് മറച്ചു വെച്ചിട്ടാണ് ചോദിച്ചത്.